കാർത്തിക നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വർഷം നമുക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രം കുടുംബത്തിൽ ചില വിഷമഘട്ടങ്ങൾ ഉണ്ടാകുന്നതും കുടുംബത്തിൽ മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അനിഷ്ട സംഭവങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഴയ വീട് റിനോവേഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും സാമ്പത്തിക പണവും വന്നു ചേരുന്നതാണ്. കൂട്ടുകച്ചവടമോ അല്ലെങ്കിൽ തനിയൊക്കെ കച്ചവടം ചെയ്യുന്നവരൊക്കെ ചില കച്ചവട രീതികളൊക്കെ, തന്ത്രങ്ങൾ, സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി പുതിയ സ്ട്രാറ്റജിയൊക്കെ കണ്ടുപിടിച്ച് കച്ചവടത്തിൽ അത് ചെയ്യുന്നതും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനായിട്ട് നന്നായിരിക്കും. ഒപ്പം തന്നെ കുടുംബത്തിൽ ചില മംഗള കാര്യങ്ങൾ നടക്കാനിടയുണ്ട് ഈ ഒരു വർഷം. ചില വിവാഹ നിശ്ചയമോ കുട്ടികളുടെ 28 അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള പിറന്നാളുകളോ ഒക്കെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനായിട്ട് ഇടയുണ്ട്. പകർച്ചവ്യാധികൾ, അതായത് പനി, അതുപോലെ തന്നെയുള്ള ഇപ്പോഴത്തെ സീസണലായിട്ടുള്ള പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് പിടിപെടുന്നതാണ്. രക്തസമ്മർദ്ദം മൂലം, പ്രഷർ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ മൂലം നിങ്ങൾക്ക് ചികിത്സകളോ ആശുപത്രി വാസമോ ഒക്കെ വേണ്ടി വന്നേക്കാം. ആയതിനാൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. നേട്ടത്തിന് വേണ്ടി, നിങ്ങളുടെ ഭാവിയിൽ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വിചാരിച്ചത്ര അനുഭവ ഫലം, ഗുണം ഉണ്ടാകുന്നതല്ല. ഒരുപാട് നേട്ടം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവ ഗുണം കുറയുന്നതാണ്. അതുപോലെ തന്നെ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. ഇതുവരെ വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കാൻ പറ്റാതിരിക്കുകയും ഉറപ്പിച്ചിട്ട് വിവാഹം നടത്താൻ പറ്റാതെ തടസ്സത്തിൽ പെടുന്നവർക്കൊക്കെ ഈ ഒരു വർഷകാലം കൊണ്ട് വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. ഫലപ്രദമായ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹാനുസരണം ചെയ്തു തീർക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പക്ഷെ അത് പ്രവർത്തനത്തിലാക്കാനും കാര്യക്ഷമമായി ചെയ്തു തീർക്കാനും അഹോരാത്രം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ചെലവുകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതിനാൽ ബാങ്കുകളിൽ നിന്നോ മറ്റോ ലോണുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പലിശക്കാരിൽ നിന്നൊക്കെ പണം കടം വാങ്ങേണ്ട സാഹചര്യം വന്നു ചേരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിലൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. പുനഃപരീക്ഷയൊക്കെ എഴുതിയവർക്ക് നല്ലൊരു വിജയ സാധ്യതകൾ കാണുന്നുണ്ട്. കർമ്മരംഗത്ത് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. കുടുംബത്തിൽ തന്നെയുള്ള ഗുരുജനങ്ങളുടെ വിയോഗം മൂലം മനസ്സ് അസ്വസ്ഥമാക്കുന്നതും അസ്വസ്ഥമായി മനോദുഃഖം ഉണ്ടാക്കുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ഭുതകരമായ ഒരു വളർച്ചയും സാമ്പത്തിക നേട്ടവും അനുഭവപ്പെടുന്നതാണ്. ദൂരദേശ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം യാത്രാക്ലേശവും ധനനഷ്ടവും വന്നു ചേരുന്നുണ്ട്. പത്രപ്രവർത്തന രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നന്നായിട്ട് ശോഭിക്കാനും അവരുടെ പ്രവർത്തനത്തിൽ അത്ഭുതകരമായ ഒരു കാഴ്ചകളൊക്കെ അവർക്ക് ആളുകളുടെ മുൻപിൽ നിരത്താൻ സാധിക്കും. പത്രപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ശത്രു ശല്യം വളരെയേറെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. അതായത് പണവും ഇടപാടുമായിട്ട് ശത്രുശല്യം ഉള്ളവർക്ക് അത് വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. വർഷ അവസാനത്തോടുകൂടി, ഈ വരുന്ന 1200 ആണ്ടിൻ്റെ വർഷാവസാനത്തോടുകൂടി പല പുതിയ കരാറുകളും എഗ്രിമെന്റുകളും ഒക്കെ ഒപ്പുവയ്ക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ പിന്മാറുന്നത്, ജാമ്യം നിൽക്കുന്നതൊക്കെ പിന്മാറുന്നത് നല്ലതാണ്. ജാമ്യം നിൽക്കുന്നത്, സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്തേക്കാം. സ്വന്തം കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സന്ദർഭങ്ങളും വന്നു ചേരുന്നുണ്ട്. അന്നപാനീയങ്ങളിൽ നിന്ന് വിഷബാധ ഏൽക്കാതിരിക്കാൻ, അതായത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും കുടിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുമൊക്കെ വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ ഉദരരോഗങ്ങളോ ഭക്ഷ്യവിഷബാധയേറ്റ ഉദരരോഗങ്ങളോ അതുമൂലം ജ്വരാദി രോഗങ്ങളൊക്കെ വന്ന് പിടിപെടാൻ സാധ്യതകളുണ്ട്. വാഹനാപകടങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് 2 വീലർ പോലെയുള്ള വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധ പതിപ്പിച്ച് ഓടിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതും ധനനഷ്ടത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ മധ്യസ്ഥ മുഖാന്തരം ധനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. വിലപ്പെട്ട സമ്മാനങ്ങളോ ആദരവുകളോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനും ഇടയുണ്ട്.